ഹായ് ദിസ് ഡി ടി എച്ച് ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. വിക്ടർ ആഡമിൻ്റെ രാജകന്യക. വിക്ടർ ആഡം തന്നെയാണ് സംവിധാനവും, വിക്ടർ ആഡം തന്നെയാണ് മെയിൻ റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ആക്ടേഴ്സിൽ ഭഗത് മാനുവൽ, മീനാക്ഷി, കൂടാതെ നമ്മുടെ ആത്മീയ രചനമുണ്ട് ചെറിയ ചെറിയ റോൾസിൽ. ഇതൊരു ഫിലിം റിവ്യൂ ആണ്. ഇതിൻ്റെ ഒരു ഫിലിം റിവ്യൂ ആയിട്ട് തന്നെ എടുക്കുക. ഞാൻ കണ്ട സിനിമയുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരു ഡിവോഷണൽ അല്ലെങ്കിൽ ഒരു മിത്തോളജിക്കൽ അല്ലെങ്കിൽ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ബിബ്ലിക്കൽ പടം എടുക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏത് സിനിമയാണെങ്കിലും അത് ഒന്നെങ്കിൽ എൻലൈറ്റനിങ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ ആയിരിക്കണം, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇത് എൻ്റർടൈനിങ് ആയിരിക്കണം. ഈ രാജകന്യക ഇതിലൊന്നിലും പെടുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡിവോഷണൽ ഫിലിംസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഫിലിംസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തിയോളജിക്കൽ ഫിലിംസ്, അല്ലെങ്കിൽ മിത്തോളജിക്കൽ ഫിലിംസ്, അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഫിലിംസ്, അതായത് 10 കമാൻഡ്മെൻറ്റ്സോ, ബെൻഹറോ, അല്ലെങ്കിൽ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള കടമറ്റത്ത് കത്തനാരോ ഒക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൂന്ന് ഈയിൽ പെടുന്ന അല്ലെങ്കിൽ പിന്നെ അതിലൊരു യാതൊരു അർത്ഥവുമില്ല. ഇത് ഈ വലിയൊരു പടം കൂടിയാണ്. 2 മണിക്കൂർ 40 മിനിറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു പടം. മൊത്തത്തിലൊരു ബോറൻ പടം. തുടക്കം മുതൽ അവസാനം വരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഭിനയവും കഥയും തിരക്കഥയും മൊത്തത്തിൽ അമച്ചുറിഷ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് രാജകന്യക. ഞാൻ കൂടുതൽ പ്രതീക്ഷകൾ ഇല്ലാതെ തന്നെയാണ് പോയത്, എങ്കിലും അതിനേക്കാൾ താഴെ. കാരണം നമ്മളിത് ഒരു റിവ്യൂവിന് വേണ്ടി പോകുന്നത് കൊണ്ടാണ് മൊത്തം കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം കണ്ടിരിക്കാൻ വഴിയില്ല. ഇത് OTT ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ 5 മിനിറ്റ് പോലും കണ്ടിരിക്കാൻ വഴിയില്ല. അങ്ങനത്തെ ഒരു രീതിയിലും ഗുണമില്ലാത്ത പടം മൊത്തത്തിൽ. അതായത് കുറച്ച് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി, മിറക്കിൾസ് കാണിക്കാൻ വേണ്ടി കുറച്ച് സീൻസ് കയറ്റി വെച്ചാണ് പോണത്. സീൻസ് കുറച്ച് കാണിക്കുന്നു, പിന്നെ മിറക്കിൾ സംഭവിക്കുന്നു. സീൻസ് കുറച്ച് കാണിക്കുന്നു, പിന്നെ മിറക്കിൾ സംഭവിക്കുന്നു. ഇങ്ങനെ ഡിവൈൻ മിറക്കിൾസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പടമാണ്. ഇത് കൂടാതെ അങ്ങനെ ആ ലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന പടത്തിന് ഇടയിൽ കൂടെ വെറുതെ കമേഴ്ഷ്യലായിട്ട് ഇടയ്ക്ക് കുറേ പാട്ടും ഡാൻസും പിന്നെ വില്ലന്മാരും ആക്ഷനും. ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഈ വിക്ടർ ആഡം ചെയ്യുന്ന ഫാദർ മരിയദാസ് എന്ന് പറയുന്നത് ഒരു അച്ഛനാണ്, കപ്പുച്ചിൻ ഫാദറാണ്, പ്രീസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ ആദ്യമൊക്കെ കുറേ ഒരു പ്രീസ്റ്റ് എന്ന രീതിയിൽ പോകുന്ന ആള് പിന്നെ വേറെ രീതിയിൽ തിരിഞ്ഞു മറിയുന്നു. പിന്നെ ടൈറ്റിൽസ് കാണിക്കുമ്പോൾ അതിനേക്കാൾ വേറെ ലെവലിൽ ആ ക്യാരക്ടറിനെ കൊണ്ടെത്തിക്കുന്നു. പിന്നെ പാർട്ട് 2 വരുന്ന പോലെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു പടം. അതായത് ഒരു രീതിയിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരു പടം. ഈ പ്രീസ്റ്റിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത് പ്രീസ്റ്റ്, അതായത് പള്ളിയിൽ പൂജ കുർബാന ചെയ്യുന്ന ഒരു അച്ഛൻ മാത്രമല്ല, അവിടുത്തെ ആ ഗ്രാമത്തിലെ, അല്ലെങ്കിൽ ഈ സമുദ്രഗിരി എന്ന് പറയുന്ന കോളനി, സമുദ്രഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ഓൾ ഇൻ ഓൾ ആണ്. പുള്ളി ചെയ്യാത്ത കാര്യങ്ങളില്ല അതിൻ്റെ ആ ഗ്രാമത്തിൽ. അതായത് ഈ വൈദികനായി വന്ന ആള് വൈദ്യവും ചെയ്യുന്നുണ്ട്. അതായത് ഈ വൈദ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പച്ചമരുന്നൊക്കെ തേച്ച് കൊടുക്കുന്നതാണ്. എന്ത് അസുഖം ആൾക്കാർക്ക് വന്നാലും ഈ ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് വെച്ചാൽ അവിടെ പച്ചമരുന്നൊക്കെ പച്ചമരുന്ന് തേച്ച് കൊടുത്ത് ഇങ്ങനെ അത് പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കുന്നതാണ് പരിപാടി. ഇത് ഏത് യുഗത്തിൽ നടക്കുന്ന സിനിമയാണെന്ന് കാണിക്കുന്നില്ല. ഇത് ഏത് സ്ഥലത്ത് നടക്കുന്ന സിനിമയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പോലീസ് സ്റ്റേഷനോ പോലീസോ മെഡിക്കൽ ട്രീറ്റ്മെന്റോ ഹോസ്പിറ്റൽസോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം പോലെയാണ് കാണിക്കുന്നത്. അവസാനം മാത്രം ഇടയ്ക്ക് ഗവൺമെന്റും പോലീസും ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സും ഒക്കെ ഒരു മിനിറ്റത്തേക്കുള്ളൊരു ഇതിനു വേണ്ടി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ അച്ഛൻ്റെ ലീലാവിലാസങ്ങളാണ് വീണ്ടും. ഇതിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് സമുദ്രഗിരിയിലെ ഒരു അമ്മ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അത് ഞാൻ സ്പോയിലേഴ്സ് പറയാതിരിക്കാൻ നോക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പറയാൻ പറ്റാത്തത്. ഇതിൽ ഒരുപാട് ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ടെങ്കിലും തുടങ്ങി കാണിക്കുന്നുണ്ട് ഈ കഥ തികച്ച് സാങ്കല്പികമാണ്. അതുകൊണ്ട് ഞാനും ഈ കഥ തികച്ച് സാങ്കല്പികമായിട്ട് എടുക്കുന്നു. അങ്ങനെ എടുക്കാൻ പറ്റൂ. പിന്നെ ഇതിൽ കാണിക്കുന്ന വില്ലന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഈ സ്കൂൾ നാടകത്തിലെ ആൾക്കാരെക്കാൾ കഷ്ടം. സ്കൂൾ നാടകത്തിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്കൂൾ നാടകത്തിലുള്ള കോസ്റ്റ്യൂംസിനേക്കാൾ കഷ്ടം. അങ്ങനെയാണ് വില്ലൻസിനെ വെച്ചിരിക്കുന്നത്. ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്റർവെൽ ആകുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും മൊത്തം കാണണമല്ലോ എന്ന് വിചാരിച്ച് കണ്ടു തീർക്കുന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുള്ളി എക്സോസ്റ്റഡ് ആയിപ്പോയി ഞാൻ. പിന്നെ ഇതെങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക, എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് പല സ്ഥലങ്ങളിൽ വെച്ച് എനിക്ക് തോന്നി ഇതോടുകൂടി ഈ പടം തീരുമെന്ന്. ഇല്ല, ഈ പടം തീരുന്നില്ല, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അവസാനം ടൈറ്റിൽ കൂടെ കാണിച്ചുകൊണ്ട് ടൈറ്റിലിൽ വേറെ ലെവൽ സംഭവങ്ങളൊക്കെയാണ് ഈ പ്രീസ്റ്റിന്റെ ക്യാരക്ടറിനെ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നത്. സ്പോയിലർ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട്, നിങ്ങൾ കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല. പക്ഷേ അത് ഒരു രീതിയിൽ നമുക്ക് ഡൈജസ്റ്റ് ആകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 0 out of 5 for Rajagaliya. Thanks for watching. Bye.